ബീഹാറിൽ ബി.ജെ.പി. നേതാവ് വെടിയേറ്റ് മരിച്ചു. ബി.ജെ.പി. നേതാവും ബിസിനസ്സുകാരനുമായ ഗോപാൽ ഖേംകെയാണ് കൊല്ലപ്പെട്ടത്. പട്നയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. പ്രതി ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി നന്ദഗോപനാണുള്ളത്. നന്ദൻ, ഈ പ്രതിയെക്കുറിച്ചുള്ള തെരച്ചിൽ തുടങ്ങി എന്ന് പറയുന്നു. എന്താണ് സംഭവം നടന്നത്? ബീഹാറിൽ ബി.ജെ.പി. നേതാവ് വെടിയേറ്റു മരിച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത്. ബി.ജെ.പി. നേതാവും ബിസിനസ്സുകാരനുമായ ഗോപാൽ ഖേംകെയാണ് കൊല്ലപ്പെട്ടത്. പട്നയിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതി ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വാർത്തയുടെ വിവരങ്ങളുമായി നന്ദഗോപനാണുള്ളത്. നന്ദഗോപൻ, പോലീസ് അന്വേഷണം തുടങ്ങിയെന്ന് പറയുന്നു. പ്രതി ഓടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. എന്താണ് സംഭവിച്ചത്? ബീഹാറിൽ നിന്നുമുള്ള വ്യവസായിയും ബി.ജെ.പി. നേതാവുമായ ഗോകുൽ ഖേക ആണ് ഈ വെള്ളിയാഴ്ച രാത്രി പട്നയിൽ വീടിന് സമീപം വെച്ച് വെടിയേറ്റ് മരിച്ചത്. ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. പനാഷെ ഹോട്ടലിന് സമീപം വെച്ച് അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. ഈ ഹോട്ടലിന് സമീപമായിട്ടുള്ള ട്വിൻ ടവറിലാണ് ഈ വെടിയേറ്റ് മരിച്ച ഗോപാൽ ഖേകയെ താമസിക്കുന്നത്. ഇയാൾ രാത്രി വീട്ടിലേക്ക് വരുന്ന വഴി അജ്ഞാതർ തടഞ്ഞു നിർത്തി ഏതാണ്ട് 11 മണിയോടുകൂടി വെടിയുതിർക്കുകയായിരുന്നു. ഇയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. പോലീസിന് ഈ അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഇതുവരെയായിട്ടും അക്രമികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ അക്രമികളെ സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ബീഹാർ പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇവർ ഈ തോക്കെടുത്ത് വെടിയുതിർത്തതിന് ശേഷം ഇയാൾ മരിച്ചു എന്ന് ഉറപ്പാക്കി അപ്പോഴേ സംഭവ സ്ഥലത്തു നിന്നും അവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് ബീഹാർ പോലീസ് കടന്നിരിക്കുകയാണ്. ബീഹാറിൽ ബി.ജെ.പി. നേതാവ് വെടിയേറ്റ് മരിച്ചു. പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾക്കായി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് ഗോപാൽ ഖേംക എന്ന ബി.ജെ.പി. നേതാവും ബിസിനസ്സുകാരനുമായ വ്യക്തിയാണ്. നന്ദഗോപൻ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദൻ, അദ്ദേഹം ബി.ജെ.പി. നേതാവ് മാത്രമല്ല, ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. എന്തായിരിക്കാം ഈ പ്രതിയുടെ മോട്ടീവ്? എന്തായിരിക്കാം ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ ലക്ഷ്യം എന്ന് നമുക്ക് എന്തെങ്കിലും പ്രാഥമികമായ വിവരം ലഭിക്കുന്നുണ്ടോ? അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു എന്നതിനപ്പുറം അക്രമികളിലേക്ക് എത്തുവാൻ ഇതുവരെയായിട്ടും ബീഹാർ പോലീസിന് സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇവരെ തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഫോറൻസിക് വിദഗ്ധരടക്കം ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഏതായാലും വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകൂ. രാഷ്ട്രീയ കാരണം അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണകാര്യങ്ങളാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ബിസിനസ് പരമായിട്ടുള്ള ഏതെങ്കിലും വൈര്യമാണോ ഈ ആക്രമണത്തിലേക്ക് നയിച്ചത്, കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇനിയും വ്യക്തമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പ്രതികൾ ഈ വെടിയുതിർത്ത് അവിടെ നിന്നും കടന്നു കളയുന്ന കൃത്യമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ബീഹാർ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇയാൾക്ക് നേരത്തെയും ശത്രുക്കളുടെ ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഏതായാലും കൃത്യമായ അന്വേഷണത്തിലേക്ക് ബീഹാർ പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളത് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു. ശരി നന്ദൻ, ബീഹാറിൽ ബി.ജെ.പി. നേതാവിനെ വെടിവെച്ചു കൊന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വന്നത്. പ്രതിക്കായി പോലീസ് തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്.